ഹലോ, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ഷെഫീഖ് മട്ടന്നൂർ. അപ്പം ഇന്ന് നോമ്പ് 9 അല്ലേ? നോമ്പിന്റെ ഒരു ക്ഷീണമൊക്കെ എന്റെ മുഖത്ത് കാണാനുണ്ട്. സോ നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഒരു 4 മണി പലഹാരമാണ്, ബ്രെഡ് സ്റ്റിക്ക്. അതായത് ബ്രെഡ് കൊണ്ടുള്ള വളരെ ലളിതമായിട്ടുള്ള ഒരു സാധനമാണ്. നമുക്ക് എത്രയും പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സാധനമാണ്. ഇപ്പം നമുക്ക് റമദാനാണ്, എല്ലാവർക്കും അറിയാം. നമുക്ക് എത്രയും പെട്ടെന്ന് വേഗം ഉണ്ടാക്കി കഴിക്കാൻ പറ്റുന്ന ഈ ഒരു റെസിപ്പി എന്താണെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഈ ബ്രെഡ് സ്റ്റിക്ക് എങ്ങനെ ഉണ്ടാക്കുന്നത് നമുക്ക് കാണാം. ഓക്കെ, വെൽക്കം ടു വീഡിയോ. ഇതിനായിട്ട് നമ്മളിവിടെ 2 മുട്ടയാണ് എടുക്കുന്നത്. ഇപ്പോൾ 2 മുട്ട നമ്മൾ പൊളിച്ചൊരു പാത്രത്തിലൊരു ബൗളിലേക്ക് മാറ്റുക. എന്നിട്ട് അതിലേക്ക് കുറച്ച് മല്ലിപ്പൊടി, നമ്മൾ കഴുകി വെച്ച മല്ലിച്ചപ്പ് നമ്മൾ ഇടുക. മല്ലിച്ചപ്പ് ഒരു ആവശ്യത്തിന് ഏകദേശം ഒരു 3 തണ്ടോളം ഞാൻ ഇട്ടിട്ടുണ്ട്. അത് നമ്മൾ എന്ത് ചെയ്യുക, ഈ മുട്ടയിലേക്ക് ചേർത്ത് കൊടുക്കുക. ശേഷം നമ്മൾ അതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ പാൽ ഒഴിക്കുകയാണ് ചെയ്യുന്നത്. പാൽ ഇതിലേക്ക് നമ്മൾ ഒഴിക്കുക. അതായത് ഏകദേശം ഒരു വൈറ്റനിങ് കളർ നമുക്ക് കിട്ടണം, അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ പാലൊഴിക്കുന്നത്. ശേഷം നമ്മൾ ഇതിലേക്ക് ഒരു ടീസ്പൂണോളം പെപ്പർ പൗഡർ നമ്മൾ ഇടുകയാണ്, കുരുമുളക് പൊടി ഇടുകയാണ് ചെയ്യുന്നത്. ശേഷം നമ്മൾ ഒരു പിഞ്ച് ഉപ്പ്, നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇടണം. ഞാനിവിടെ ഒരു പിഞ്ച് ഉപ്പാണ് ഇട്ടത്. നമുക്ക് ആ ഉപ്പ് രസം, നമുക്കത് ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഉപ്പിടുന്നത്, എന്നാലും നമുക്കത് സെറ്റായി വരുള്ളൂ. ശേഷം ഇത് നന്നായിട്ട് മിക്സ് ചെയ്യുക. ശേഷം നമ്മൾ ഒരു മിക്സിയിലേക്ക് മാറ്റുന്നു. മിക്സിയിൽ നമ്മൾ അടിച്ചെടുക്കേണ്ടതായിട്ടുണ്ട്, അതാണ് മിക്സിയിലേക്ക് മാറ്റുന്നത്. ഇതൊരു പേസ്റ്റ്, ഒരു വെള്ളത്തിൻ്റെ ഒരു രൂപത്തിൽ നമുക്ക് അടിച്ച് കിട്ടിയിട്ടുണ്ട്. ഇപ്പം നിലവിൽ കണ്ട് ഈ ഒരു കൺസിസ്റ്റൻസി നമുക്ക് കിട്ടും. അതൊരു ബൗളിലേക്ക് മാറ്റുക. കണ്ടോ, ഈ ഒരു കൺസിസ്റ്റൻസി ലെവലാണ് നമുക്ക് കിട്ടുന്നത്. ഒരു വെള്ളം, നല്ലൊരു വെള്ളം. പിന്നെ നമ്മൾ കുറച്ച് ബ്രെഡ് എടുക്കുക. ഞാനിവിടെ 6 ബ്രെഡ് എടുത്തിട്ടുണ്ട്. 6 ബ്രെഡിനെ നമ്മൾ അതിൻ്റെ അരികു വശം നമ്മൾ കട്ട് ചെയ്തെടുക്കുക. ഓക്കെ, അതിൻ്റെ എല്ലാ സൈഡും നമ്മൾ കട്ട് ചെയ്ത് മാറ്റുക. ഈ കട്ട് ചെയ്ത് മാറ്റിയ സാധനം കൊണ്ട് നമുക്ക് ബ്രെഡ് ക്രംസ് ഉണ്ടാക്കേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ട് അത് കളയേണ്ട ആവശ്യമില്ല. 4 വശവും നമ്മൾ ഇതുപോലെ കട്ട് ചെയ്തതിന് ശേഷം, കണ്ട് എൻ്റെ ബ്രെഡ് ഏതോ ലോക്കലാണെന്ന് തോന്നുന്നു, കാരണം അത് കാണുമ്പോൾ തന്നെ അറിയാം പൊട്ടിപ്പോകുന്നുണ്ട്. സോ നമ്മളിതുപോലെ അരികു കളഞ്ഞിട്ട് നമ്മൾ ഈ ബ്രെഡിനെ കട്ട് ചെയ്തെടുക്കണം. ഇത് ഞാനിവിടെ സൈഡിലേക്ക് മാറ്റി വെച്ചാണല്ലോ, അതുപോലെ നമ്മൾ കട്ട് ചെയ്തെടുക്കണം. ഇങ്ങനെ 2 പീസായിട്ടാണ് ഞാൻ ചെയ്യുന്നത്. ഒരു ബ്രെഡ് 2 പീസ് നമുക്കാക്കുന്നു. കത്തി നല്ല മൂർച്ചയാണ് കേട്ടോ, അതാണ് ഈ 2 പ്രാവശ്യം നമ്മൾ വരച്ചിട്ട് മുറിക്കുന്നത്. സോ ഈ ഒരു പോർഷനിൽ നമുക്ക് കിട്ടും, ഈ ഒരു ഷേപ്പിൽ നമുക്ക് കിട്ടും. ഈ അരികു വശം നമ്മൾ കളയേണ്ട ആവശ്യമില്ല, നമുക്ക് ബ്രെഡ് ക്രംസിന് ആവശ്യമുള്ളതാണ്. സോ ഇതുപോലെ കൂളായിട്ട് നമ്മൾ കട്ട് ചെയ്തെടുക്കുക. നല്ല നീറ്റായിട്ട് ചെയ്യണം, കാരണം കാണുമ്പോൾ ഒരു വൃത്തി, നമുക്ക് അത് ചുട്ടഴിയുമ്പോൾ മനസ്സിലാവും. അതിൻ്റെ ഒരു നല്ല ബ്രെഡ് തന്നെ വാങ്ങട്ടെ. അത്യാവശ്യം ഞാനിവിടെ ഭാരത് ബ്രെഡാണ് വാങ്ങിയത്, പക്ഷെ അത് കുറച്ച് കട്ടി കുറവാണെന്നൊരു ഡൗട്ടുണ്ട്. സോ ഇതുപോലെ നമ്മൾ കട്ട് ചെയ്തെടുക്കുക. 2 ഭാഗം കട്ട് ചെയ്താൽ നമുക്കൊരു വൃത്തിയിൽ കിട്ടും, അതാണ് അങ്ങനെ ചെയ്തിട്ടോ. സോ ഇങ്ങനെയാണുള്ളത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, ഈ അരികു വശം നമ്മൾ കട്ട് ചെയ്ത പീസ് എടുത്തിട്ട് നമ്മളൊരു പ്ലേറ്റിലേക്ക് മാറ്റുകയാണ് ചെയ്യുന്നത്. അത് നമ്മൾ വെറുതെ കളയേണ്ട ആവശ്യം. നമുക്ക് ബ്രെഡ് ക്രംസ് പല കാര്യങ്ങളും നമുക്ക് ഉപയോഗിക്കാം. ഫോർ എക്സാമ്പിൾ, നമുക്ക് ചിക്കൻ ബർഗറോ അല്ലെങ്കിൽ അങ്ങനത്തെ ഒക്കെ ഉണ്ടാക്കാൻ നമുക്ക് യൂസ് ചെയ്യാം. ചിക്കൻ റോളിനൊക്കെ യൂസ് ചെയ്യാം. ഞാൻ ബ്രെഡ് ക്രംസ് ഇപ്പോൾ മിക്സിയിൽ അരച്ചെടുത്തിട്ടുണ്ട്. സോ കൊണ്ട് ഏകദേശം ഇത്ര വന്നിട്ടുണ്ട്. ഇനി നമ്മൾ എന്ത് ചെയ്യുക, നേരത്തെ എടുക്കുന്ന മുട്ടയുടെ മിശ്രിതത്തിൽ ഈ നമ്മുടെ ബ്രെഡിനെ മുക്കിയെടുക്കുക. നന്നായിട്ട് മുക്കിയെടുത്തിട്ട് നമ്മൾ ഈ ബ്രെഡ് ക്രംസിൽ അത് കോട്ട് ചെയ്തെടുക്കണം. കോട്ട് ചെയ്തെടുക്കുമ്പോഴാണ് അതൊരു നൈസായിട്ടൊരു സംഭവമായിട്ട് വരും. സോ എല്ലാ ബ്രെഡും നമ്മൾ ഈ മുട്ടയിൽ ആദ്യം മുക്കുക, അതിനുശേഷം അധികം പൊട്ടിപ്പോവാതെ ബ്രെഡ് ക്രംസിൽ കോട്ട് ചെയ്തിട്ട് വീണ്ടും നമ്മൾ മാറ്റുക. അങ്ങനെ എല്ലാ ബ്രെഡും ഇതുപോലെ ചെയ്യണം. ഏകദേശം ഒരു 10-15ഓളം ഇത് നമുക്ക് ഈ ഒരു 2 മുട്ടയെ കൊണ്ട് നമുക്ക് ചെയ്യാൻ പറ്റും. 10-15ഓളം ബ്രെഡ് സ്റ്റിക്ക് നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. സോ ഇത്രയാണ് ഉള്ളത്, കണ്ടോ. 12 പോരാ, 10-16ഓളം കാണും ഇത്. സോ നമ്മളൊരു പാത്രം എടുത്ത് അതിലേക്ക്, ഞാനിവിടെ നോൺ സ്റ്റിക്കാണ് എടുത്തിട്ടുള്ളത്, അതിലേക്ക് കുറച്ച് ഓയിൽ എടുക്കുക. അധികം ഓയിൽ പാടില്ല കേട്ടോ, കാരണം നമുക്ക് ഈ ബ്രെഡ് മുങ്ങണം, അതുപോലെ തന്നെ നന്നായിട്ട് മുരിഞ്ഞ് അത് വേവണം. അതിന് വേണ്ടിയിട്ടുള്ള ആവശ്യത്തിനുള്ള മാത്രമേ നമ്മൾ എടുക്കേണ്ടതുള്ളൂ. സ്റ്റവ് ഓൺ ചെയ്യുക. നന്നായിട്ട് എണ്ണ ആറിയതിന് ശേഷം, എണ്ണ കണ്ണൂർ കാഞ്ഞു എന്നാണ് പറയുക, കാഞ്ഞതിന് ശേഷം നമ്മൾ ഈ ഒരു ബ്രെഡിൻ്റെ പീസുകൾ നമ്മൾ അതിലേക്ക് ഇടുക. കണ്ടോ, ഇപ്പോൾ തന്നെ മുരിഞ്ഞ് വരുന്നുണ്ട്. ചെറുതായിട്ട് വേണ്ടു, കാരണം നമ്മൾ അധികം ഇൻഗ്രീഡിയൻസ് ഒന്നുമില്ല, ചെറുതായിട്ടുള്ളൂ. അപ്പോൾ വേഗം തന്നെ വെന്ത് കിട്ടിക്കോളും.
ഇവിടെ പക്ഷി കരയുന്നുണ്ട്. അപ്പോൾ ഇത് വെന്ത് കിട്ടി. സോ ഞാനത് മറിച്ചിടുകയാണ്. അപ്പോൾ തന്നെ ഒരു വശം വെന്തു, മറ്റേ വശം നമ്മൾ ഇടുകയാണ്. ഒരു ഗോൾഡൻ ബ്രൗൺ കളറിൽ വരും നമുക്ക്. അപ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും ഇത് വെന്തെന്നുള്ളത്. ചെറുതായിട്ടൊരു ബ്ലാക്കിഷ് കളറോടും വരും. ഇപ്പോൾ ഒരു വശം വെന്തു, നമ്മൾ മറ്റേ വശം മറിച്ചിടുകയാണ് ചെയ്യുന്നത്. സോ ഇത് നന്നായിട്ട് വെന്തിട്ടുണ്ട് ഒരു വശം. മറ്റേ വശവും നമ്മൾ അതുപോലെ മറിച്ചിട്ട് വേവിക്കുകയാണ് ചെയ്യുന്നത്. രണ്ട് വശവും വെന്ത് കഴിഞ്ഞിട്ട് സൂപ്പറാവും. സോ അത് അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട്. നമുക്ക് ഇത് നമ്മൾ സെർവ് ചെയ്യാം. ഇവിടെ റാനിയും മിസയും കൂടി മത്സരിച്ച ഫുഡ്. അവർക്ക് നോമ്പില്ല, കാരണം കുറേ നോമ്പ് എടുത്തല്ല പിള്ളേരല്ലേ, ഇടയ്ക്കൊക്കെ ഒരു ബ്രേക്ക് എടുക്കാം. സോ അവർ ഞാൻ ഇന്നലെ ഉണ്ടാക്കിയ സോസും കൂട്ടി ബ്രെഡ് സ്റ്റിക്ക് കഴിക്കുകയാണ് ചെയ്യുന്നത്. സൂപ്പർ എന്ന് പറയുന്നുണ്ട്, പക്ഷെ ഞാൻ ഓഡിയോ എടുത്തിട്ടില്ല. സോ എഡിറ്റിങ്ങിൽ എനിക്ക് പഠിച്ചു വരുന്നേ ഉള്ളൂ. സോ ഇങ്ങനെയാണുള്ളത്. അപ്പോൾ ഇതുപോലെ എല്ലാവർക്കും ഇതുപോലെ ഉണ്ടാക്കിയിട്ട് അഭിപ്രായം പറയുക. എൻ്റെ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.